നമ്മുടെ സ്കൂളിൽ മോനിഷ, നിത്യ, തബ എന്ന് പറയുന്ന 2 കുട്ടികൾ നന്നായിട്ട് എല്ലാ കാര്യത്തിലും മുസ്ലിംസിനോടൊപ്പം നിന്ന് പഠിക്കാനായിട്ട് പാരൻസ് ആയിരുന്നാലും ആ കുട്ടികളായിരുന്നാലും വളരെയധികം താല്പര്യം കാട്ടുന്നുണ്ട്. രീതിയിൽ നമുക്കിപ്പോൾ അറബിക്ക് അറിയുന്നില്ലെങ്കിൽ പോലും സംസ്കൃതം, അറബിക്ക്, പിന്നെ ഉറുദു, ഓരോ ഭാഷകളിലും പ്രാവീണ്യം നേടും. നമുക്കും അതിനൊരു അറിവ് കിട്ടുകയാണ്, പുതിയ അറിവുകൾ കിട്ടുകയാണ്. തലമുറ എന്ന് പറയുന്നത് പിന്നെ സിനിമാ പാട്ടും അതുപോലെ തന്നെ കാർട്ടൂണൊക്കെ കണ്ടവർ വേറൊരു ലോകത്താണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇനി വരും തലമുറ പിന്നെ ഖുർആനും ഹദീസുമായിട്ട് പിന്നെ അതിനോട് യോജിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഇതുപോലത്തെ പുതുമയാർന്ന ഒരു പിന്നെ പരിപാടികളിലൂടെ അവർ ഖുർആനെ കൂടുതലായിട്ട് നെഞ്ചിലേറ്റാണ് ചെയ്യുന്നത്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തൊളിക്കോട് എന്ന പ്രദേശത്താണ്. ബിടെക് സ്പെൽ ഇംഗ്ലീഷ് ചലഞ്ച് എന്ന പേരിൽ ഒരു ന്യൂസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിടെക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നടത്തുന്ന ഖുർആൻ വിജ്ഞാന മത്സരം, അതിന്റെ ലൈവാണ് നേരത്തെ ടെലികാസ്റ്റ് ചെയ്തത്. അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ റെക്കോർഡിംഗ് ന്യൂസിലൂടെ നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ബിടെക് നേരത്തെ ഇംഗ്ലീഷ് അക്ഷരമാല കൊണ്ട് മാജിക്, അതിലൂടെ തന്നെ കുട്ടികളുടെ കഴിവുകൾ ഇംഗ്ലീഷ് കൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു മത്സരമായിരുന്നു നടത്തിയിരുന്നത്. അതിന്റെ ന്യൂസ് മുമ്പ് ടെലികാസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബിടെക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അറബി അക്ഷരമാല കൊണ്ട്, അഥവാ വൈദേശിക ഭാഷയായ അറബി ഭാഷ, ആ അറബി ഭാഷയിൽ ദൈവം തമ്പുരാൻ ലോകരക്ഷിതാവ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവതരിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് ലോകത്ത് മുഴുവൻ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥം വിരുന്ന കുരുന്നുകൾ, അഥവാ പല സ്കൂളുകളിലും മദ്രസകളിലെ കുരുന്നുകൾ, അവർ AR പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഒന്നിച്ചു കൂടുകയും അവിടെ മത്സരം നടത്തി ഏറ്റവും നന്നായി പാരായണം ചെയ്യുന്നവർക്ക് പ്രൈസ്, സമ്മാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു രൂപമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഈ മത്സരങ്ങൾ നടന്നതെന്നുള്ളതാണ് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഷകൾ നമുക്കൊരിക്കലും അന്യമല്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും സംസ്കൃതമായാലും അറബായാലും 2 കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചവരാണ് ഭാരതീയർ. പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസികളാണെങ്കിൽ കൂടുതൽ പ്രാധാന്യം അതിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ. അത് നേരത്തെ പറഞ്ഞതുപോലെ ലോകർക്ക് മുഴുവനും മാർഗദർശനമായി അവതരിപ്പിച്ചതാണ്. ഇത് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പാരായണം ചെയ്ത് മത്സരത്തിൽ മികവുറ്റതാക്കിയതെന്നാണ് ഈ ബിടെക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ച മത്സരം. നമുക്കെന്നാൽ അതിന്റെ വിശേഷങ്ങളിലേക്കും എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്നാൽ പോകവരെയും ഈ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യുക. തിരുവനന്തപുരം ജില്ലയിലെ തൊളിക്കോട് ARR പബ്ലിക് സ്കൂളിലാണ് ഈ മത്സരം നടന്നത്. സംസ്കൃത ഭാഷയെ പോലെ അറബി ഭാഷയോടും താല്പര്യം ഉള്ളവർക്ക് അറബി പഠനത്തിന് അവസരം നൽകിക്കൊണ്ടാണ് ബിടെക് പാഠ്യപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച ഈ ഖുർആൻ പാരായണ മത്സരത്തിൽ വിവിധ സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നുമായി 100ഓളം കുരുന്നുകളാണ് പങ്കെടുത്തത്. 9 വയസ്സിനും 13 വയസ്സിനും ഇടയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള മത്സരമാണ് ഇവിടെ നടന്നത്. സ്കൂൾ യുവജനോത്സവങ്ങളിൽ കണ്ട മത്സര പോരാട്ടമായിരുന്നു ഇന്ന് ARR പബ്ലിക് സ്കൂളിൽ കണ്ടത്. ARR പബ്ലിക് സ്കൂൾ ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ബിടെക് രംഗത്ത് വന്നപ്പോൾ പൂർണ്ണ പിന്തുണയാണ് നാട്ടുകാരും PTA അംഗങ്ങളും നൽകിയത്. പൂർണ്ണ പിന്തുണയാണ് സ്കൂൾ അധികാരികളും ഈ ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിന് നൽകിയത്. ധാരാളം കുരുന്നുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും രാവിലെ തന്നെ സ്കൂളിൽ തടിച്ചുകൂടിയിരുന്നു. ഇസ്ലാമിക സമൂഹത്തിലെ കുട്ടികൾക്കൊപ്പം മറ്റ് മതങ്ങളിൽപ്പെട്ട ഹൈന്ദവ, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അറബി പഠിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പഠിക്കാൻ മുസ്ലിം കുട്ടികളോടൊപ്പം മുന്നോട്ട് വരുന്നു എന്നുള്ളത് മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിന് കാരണമാകുമെന്നും ARR പബ്ലിക് സ്കൂളിലെ അധ്യാപിക ഷേർലി ടീച്ചർ മലയാള ജനതാ ന്യൂസിനോട്. സത്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്, റമദാൻ മാസത്തിലേക്ക് മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിം ഹിന്ദു മതത്തിൽ ജനിച്ച കുട്ടികൾ അവരൊക്കെ തന്നെ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഭാഷ പഠിക്കാനും മതം പഠിക്കാനും ഇവിടെ ആരും ഒരിക്കലും തടസ്സമൊന്നുമല്ല. എങ്കിൽ ഈ ഒരു ഖുർആൻ കുരുന്നുകളുടെ തന്നെ ഒരു മത്സരം നടക്കുമ്പോൾ അമുസ്ലിങ്ങളായ കുട്ടികൾ ആരെങ്കിലും ഈ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ അങ്ങനെ പാരായണത്തിന് വേണ്ടി? തീർച്ചയായും നമ്മുടെ സ്കൂളിൽ മോനിഷ, നിത്യ, തബ എന്ന് പറയുന്ന 2 കുട്ടികൾ നന്നായിട്ട് എല്ലാ കാര്യത്തിലും മുസ്ലിംസിനോടൊപ്പം നിന്ന് പഠിക്കാനായിട്ട് പാരൻസ് ആയിരുന്നാലും ആ കുട്ടികളായിരുന്നാലും വളരെയധികം താല്പര്യം കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മതത്തിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളൊരാവശ്യം ഈ പഠനത്തിലൂടെ അവർ നേടിയെടുക്കുന്നു. അത് വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ARR പബ്ലിക് സ്കൂളിൻ്റെ ഒരു അഭിമാനമായിട്ട്, നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഒരു അഭിമാനമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നു.
അഥവാ നേരത്തെ ബിടെക് വൈദേശിക ഭാഷയായ ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത്ഭുതം സൃഷ്ടിച്ചതുപോലെ ഇവിടെ വൈദേശിക ഭാഷയായ അറബി കൊണ്ട് ആ അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും അതുവഴി ഒരു ഖുർആൻ ഒരു മത്സരം നടത്തുമ്പോൾ ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ മാനസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞു. ബുഷ്ര മാം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഭൗതിക പഠനത്തോടൊപ്പം ആത്മീയ പഠനവും വേണമെന്ന് പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ മലയാള ജനത ന്യൂസിനോട് പറഞ്ഞു. കുട്ടികൾക്ക് ഇത് ദൈവവിശ്വാസം വർദ്ധിക്കുകയും അവർക്ക് സമൂഹത്തോടുള്ള ബാധ്യതയും പൊതുനന്മയിൽ ഇടപെടാനുള്ള ഒരു അവസരവും ഈ ഖുർആൻ പഠനത്തോടൊപ്പം ഉണ്ടാകുന്നു എന്നാണ് രക്ഷിതാക്കൾ മലയാള ജനത ന്യൂസിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല മത്സരത്തിൽ പങ്കെടുക്കാൻ അവർ പറഞ്ഞു. എൻ്റെ മകനാണ് പേര് യസീദ് മുഹമ്മദ്. ഏത് മദ്രസ അടിസ്ഥാനത്തിലാണ്, സ്കൂൾ അടിസ്ഥാനത്തിലാണ്? മദ്രസ അടിസ്ഥാനത്തിലാണ്. ഏത് മദ്രസയാണ്? മദ്രസയും സ്കൂളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഏത് സ്കൂളാണ്? മകൻ ഇപ്പം മദ്രസയിലാണ്. അൽഫല കോളേജാണ് കൊല്ലയിൽ. കൊല്ലായി അൽഫലാഹ് അറബി കോളേജ് കൊല്ലായിൽ. ഓക്കെ. എങ്ങനെയാണ് ഇപ്പോൾ സാധാരണ യുവജനോത്സവം മറ്റൊക്കെ നടക്കുമ്പോൾ ബാക്കിയുള്ള ഭൗതിക പഠനത്തിന് വേണ്ടിയാണ് മത്സരങ്ങൾക്ക് എല്ലാ രക്ഷിതാക്കളും കിടങ്ങ് പിടിക്കുന്ന മത്സരിക്കുന്നത്. ഈ ആത്മീയമായ ഒരു മത്സരം നടത്തുമ്പോൾ അതിന് എങ്ങനെയാണ് ഒരു പാരൻസ് എന്ന നിലയ്ക്ക് ഇതിനെ നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ പുതുതലമുറ എന്ന് പറയുന്നത് സിനിമാ പാട്ടും അതുപോലെ തന്നെ കാർട്ടൂണൊക്കെ കണ്ട് അവർ വേറൊരു ലോകത്താണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഇനി വരും തലമുറ ഖുർആനും ഹദീസുമായിട്ട് അതിനോട് യോജിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഇതുപോലത്തെ പുതുമയാർന്ന ഒരു പരിപാടികളിലൂടെ അവർ ഖുർആനെ കൂടുതലായിട്ട് നെഞ്ചിലേറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഇതുപോലത്തെ സംഘാടകർ മുന്നിട്ടിറങ്ങി ഇതുപോലത്തെ പ്രോഗ്രാമുകൾ കൂടുതൽ ഇനിയും ഇതുപോലെ സമൂഹത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. സത്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ബഹുമത സൗഹാർദ്ദത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മതത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സ്കൂൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു വർഗീയ ചിന്താഗതികൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അതിനെങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നോക്കി കാണുന്നത്? തീർച്ചയായും ഇതൊരു ഖുർആൻ എന്ന് പറയുന്നത് മറ്റു മതങ്ങളെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു വചനവും ഖുർആനിലില്ല. ഈ ചില സംഘടനകൾക്കാണ് ഈ ഇങ്ങനത്തെ വർഗീയ ചിന്തകൾ വരുന്നത്. ഇതൊരിക്കലും ഒരു സംഘടന രീതിയിലുള്ള മറ്റ് മതങ്ങളെ നിന്ദിക്കുന്ന രീതിയിലുള്ളതല്ല. ഇത് ഖുർആൻ പഠിപ്പിച്ച് അത് മറ്റ് സമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്ത് അവരെയും കൂടെ സാഹോദര്യത്തിൽ നിലനിർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതുപോലുള്ളത് മതപഠനങ്ങൾ എപ്പോഴും സമൂഹത്തിന് നല്ലതാണ് വരുത്തുന്നതാണ് എൻ്റെ. ഖുർആൻ ഒരു മതക്കാർക്കും ഉള്ളത് മാത്രമല്ല, ഖുർആൻ ഒരു എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എങ്ങനെയാണ് ഖുർആൻ എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തെ മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ഗ്രന്ഥമാണ്. ഇത് ജനങ്ങൾ മുഴുവനും ആൾക്കാർക്കും ഒരു നന്നിടത്തേക്കുള്ള ഒരു മാർഗദർശനമാണ് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഖുർആൻ കൊണ്ട് വർഗീയത ഒരിക്കലും ഉണ്ടാവുകയല്ല, ഖുർആൻ പഠനം കൊണ്ട്. അപ്പോൾ കുരുന്നുകളിലൂടെ ഈ ഖുർആൻ മത്സരം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഒരു ആത്മവിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്ന് തന്നെയായിരിക്കും ലക്ഷ്യം. എങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ച AR പബ്ലിക് സ്കൂളിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ബിടെക് എഡ്യൂക്കേഷൻ സെന്ററിനെ കുറിച്ചും എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഇതുപോലത്തെ സംഘാടകർ ഇനിയും സമൂഹത്തിൽ ധാരാളം മുന്നിട്ടിറങ്ങട്ടെ എന്ന് മാത്രം, ഇത് ഒരു മാതൃകയാക്കിക്കൊണ്ട് ഇനിയും ഒരുപാട് സംഘടനകൾ ഇതുപോലെ മുന്നിട്ടിറങ്ങട്ടെ എന്ന് എൻ്റെ ഇത് പറയാം. മത്സരം കുട്ടികൾക്ക് വളരെ ഒരു പ്രചോദനം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടിരിക്കുകയാണ്. അതല്ലാതെ ഈ ഖുർആനോടുള്ള താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള ഒരു ഇതായി ഇരിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടികൾ പഠന രംഗത്ത് അഥവാ ഭൗതികമായ പഠനത്തോടൊപ്പം ഇപ്പോൾ ഈ പറഞ്ഞ ആത്മീയ പഠനവും കൊണ്ടുപോകുമ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് ഈക്വലായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതെ, കുട്ടികൾക്ക് സൽസ്വഭാവങ്ങൾ വളരെ വ്യത്യാസമായിട്ട് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ കഴിയുകയാണ് ഇതുമൂലം. ഈ മത്സരത്തെ എങ്ങനെ കാണുന്നുണ്ട്? മറ്റുള്ള ഒരു യുവജനോത്സവം പോലെയൊക്കെയുള്ള ഒരു മത്സരവും ഈ ഒരു മത്സരത്തെയും എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈ മത്സരം വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു എന്താ പറയാൻ, ഇത് കുട്ടികൾക്ക് ഒരു നല്ല ഒരു കാഴ്ചപ്പാട് വയ്ക്കാൻ ഇത് ഉദവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു സംഘാടക സമിതിയെക്കുറിച്ച്? കാരണം ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ആരും മുതിരാറില്ല. പ്രത്യേകിച്ച് AR പബ്ലിക് സ്കൂൾ ഒരു സ്കൂളായിരിക്കെ തന്നെ ഈ ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമമായ രംഗത്ത് വന്നു. അതിൽ ഈ പറഞ്ഞ ഗ്ലോബൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ബിടെക് അത് രംഗത്ത് വരികയും ചെയ്തു. ഈ സംഘാടകത്തെ എങ്ങനെ കാണുന്നുണ്ട്? ഇതുപോലുള്ള പ്രോഗ്രാം വീണ്ടും ആവർത്തിക്കാൻ ഇത് ഉദവട്ടെ. ഓക്കെ. ഈ മത്സരം സംഘടിപ്പിച്ചത് ബിടെക് ആണ്. ബിടെക് നേരത്തെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സ്പെൽ ചലഞ്ച് അഥവാ ഇംഗ്ലീഷ് സ്പെൽ ചലഞ്ച് എന്ന പ്രോഗ്രാം നടത്തിയത് നമ്മൾ മലയാള ജനത ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് വൈദേശിക ഭാഷയായ അറബിയിലും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൻ്റെ പിന്നിലെ ചേതോവികാരം നമുക്ക് പ്രിൻസിപ്പൽ കൂടിയായ ബുഷ്ര ടീച്ചറോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ടീച്ചർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കും.
ടീച്ചർ, മുമ്പ് നമ്മൾ മലയാള ന്യൂസ് വഴി റിപ്പോർട്ട് ചെയ്തിരുന്നു ബിടെക് ഇംഗ്ലീഷ് സ്പെൽ എന്ന് പറഞ്ഞു ഒരു ചലഞ്ച്, ഒരു ക്വിസ് മത്സരം പോലെ ഒരു പരിപാടി നടത്തിയിരുന്നു. അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം എന്താണ് എന്ന് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലൊരു പ്രോഗ്രാമായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ അറബി ഭാഷ അത് മതേതരമായി തന്നെ, അഥവാ മുസ്ലിം വിശ്വാസികൾക്ക് മാത്രമല്ല മറ്റുള്ള കുട്ടികൾക്കും പഠിക്കാൻ അവസരം കൊടുക്കുകയും അവർക്കും അറബി ഭാഷ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഇതുവഴി ഒരു മെസ്സേജ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് കൈമാറുന്നത്? ആക്ച്വലി മുഹറത്തോടനുബന്ധിച്ചൊരു പ്രോഗ്രാം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഒരു ഖുറാൻ കോമ്പറ്റീഷൻ ആയിരുന്നു ആദ്യം തോന്നിയിരുന്നത്. അതായത് കുട്ടികളിൽ ഖുറാൻ പാരായണത്തിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് കൂടുതലാക്കി എടുക്കാനും കുട്ടികൾക്ക് അതിനോടൊരു അഭിരുചി വർദ്ധിപ്പിക്കാനുമായിട്ട് ഒരു കോമ്പറ്റീഷൻ, കുട്ടികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് കോമ്പറ്റീഷൻ, ഒരു മത്സര രീതി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ബിടെക് ഗ്ലോബലിന്റെ കീഴിൽ ഒരു ഖുറാൻ കോമ്പറ്റീഷൻ പ്ലാൻ ചെയ്തത്. അപ്പൊ നമ്മുടെ 9 വയസ്സ് മുതൽ 13 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഖിറാത്ത് കോമ്പറ്റീഷനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. അതിന്റെ ഫലമായിട്ട് ഒത്തിരി സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും ഒത്തിരി കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. 9 വയസ്സ് മുതൽ 13 വയസ്സുള്ള കുട്ടികൾക്കായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. അപ്പൊ ഏതായാലും രാവിലെ ഒരു 100ഓളം കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. 100ഓളം കുട്ടികളുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫൈനലിസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. മാഷാഅല്ലാഹ്, നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട് 2 സെക്ഷനിലായിട്ട് തന്നെ ഒത്തിരി പാരന്റ്സും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുകയാണ്. നന്നായിട്ട് തന്നെ കുട്ടികൾ അതിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഫൈനൽ റൗണ്ട് നടക്കുന്നു. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട് നൗ. ഇതിൽ സ്കൂളുകളിലെയും മദ്രസകളിലെയും 9 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ഏത് കുട്ടികൾക്കും പങ്കെടുക്കാം എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇതിൽ കോൺഫിഡൻസോടുകൂടി പങ്കെടുക്കാം. ഇതിൽ കൂടി പതുക്കെ കുട്ടികൾക്ക് ഹിഫ്ള് ചെയ്യാനും അതല്ലെങ്കിൽ ഈ ഖുർആൻ പാരായണത്തോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ബിടെക് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ ARR പബ്ലിക് സ്കൂളാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമ്മുടെ ടീച്ചേഴ്സും ഓഫീസ് അഡ്മിൻ സ്റ്റാഫും എല്ലാവരും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ബിടെക്കിന്റെ കീഴിൽ ഒത്തിരി പ്രോഗ്രാംസ് ഇനിയും വരുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും ഒരു സ്പെൽ ചലഞ്ച് പ്രോഗ്രാം മുമ്പ് ചെയ്തിരുന്നു. അത് പൂർണ്ണമായിട്ട് അക്കാഡമിക്സ് ആയിരുന്നു. ഇതിൽ കുറച്ച് ദീനീപരമായിട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഈ ഖുർആൻ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുക. നമ്മുടെ സ്കൂളിൽ 2നും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ദീനീ പഠനവും അത്യാവശ്യമാണ്. അപ്പൊ അത് രണ്ടും ഒന്നിച്ച് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കോമ്പറ്റീഷൻസ് രീതിയിൽ അത് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈസ് ഇപ്പോൾ 5,000 വിത്ത് ക്യാഷ് പ്രൈസും മൊമെന്റും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതും സെക്കൻഡ് പ്രൈസ് 3,000 ആൻഡ് തേർഡ് പ്രൈസ് 2,000 ആൻഡ് അതുപോലെ തന്നെ കൺസിഡറേഷൻ പ്രൈസ് 1,000 വെച്ച് ഒരു 6ഓളം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ക്യാഷ് പ്രൈസിന് മാത്രമല്ല, കുട്ടികളുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കുക എന്നുള്ളതും പിന്നെ നമ്മുടെ ഈ തൊളിക്കോട് ഏരിയ എന്നുള്ളത് നല്ലൊരു സപ്പോർട്ടായിരുന്നു. കാരണം ഓരോ കുട്ടികളുടെയും പ്രൈസ് ഓരോരുത്തരും സ്പോൺസർ ചെയ്യാൻ തന്നെ വില്ലിങ് ആയിരുന്നു. ഓരോ കാര്യത്തിലും പല കാര്യങ്ങളും അവരുടെ ഇനിഷ്യേറ്റീവ് ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് സ്പോൺസേഴ്സിനെ അറേഞ്ച് ചെയ്യാനായാലും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായാലും അവരുടെ ഒരു മാക്സിമം സപ്പോർട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കറക്റ്റ് നമുക്ക് ഇത്ര കുട്ടികളെ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. അപ്പൊ ആദ്യം വന്ന 100 സ്റ്റുഡൻസിനാണ് നമ്മളിവിടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രജിസ്ട്രേഷൻ ഫീസ് വെച്ച് തന്നെയാണ് പ്രോഗ്രാം ചെയ്തിരുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 200 rupees ആയിരുന്നു. അപ്പൊ അതിൽ നിന്നും ആദ്യം വന്ന 100 സ്റ്റുഡൻസ് ഞങ്ങൾ സെലക്ട് ചെയ്തു. ബാക്കിയുള്ള ടൈം കഴിഞ്ഞു അറിയിക്കുകയും. كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربك
تكذبان لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا. വിവിധ സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും എത്തിയ കുട്ടികൾ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ഖുർആൻ പഠനത്തിനും മത്സരങ്ങളിലും പങ്കെടുക്കുന്നത് എന്നും ഭൗതിക പഠനവും ആത്മീയ പഠനവും ഒരുപോലെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും ഇനിയും ഇതേപോലെയുള്ള മത്സരങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുമെന്നും കുട്ടികൾ മലയാള ജനത ന്യൂസിനോട് പറഞ്ഞു. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഓക്കെ, എങ്ങനെയാണ് ഹിഫുദിനെ ഏത് സുഹൃത്താണ് പാരായണം ചെയ്യുന്നത്? റഹ്മാൻ. എങ്ങനെയുണ്ട് ഈ മത്സരം? എങ്ങനെയുണ്ട്? ഫസ്റ്റ് കിട്ടോ? പ്രതീക്ഷയുണ്ട്. ഓക്കെ, പേര് സുൽത്താന. സുൽത്താൻ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? മദ്രസ. ഏത് മദ്രസയാണ്? എങ്ങനെയുണ്ട് ഈ ഒരു മത്സരത്തിൽ? ഇപ്പോൾ ബിടെക് സംഘടിപ്പിച്ച ഈ ഒരു ഖുർആൻ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? കൊള്ളാം. ഏത് സുഹൃത്താണ് പാരായണം ചെയ്തത്? ഏതാ? റഹ്മാൻ. ഏതാണ് അതിന്റെ സെലക്ഷൻ കിട്ടി? ഇനി അടുത്ത് ഏതാ ടാഗിലാണ് പോണത്? സെക്കൻഡ് റൗണ്ടിലേക്ക്. അതിലെ ഫസ്റ്റ് പ്രതീക്ഷയുണ്ടോ അതോ കിട്ടൂലെന്നാണോ? എങ്ങനെയാണ് പ്രതീക്ഷ? ഇൻഷാ അല്ലാഹ്. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഉറപ്പ്. സന. ഏത് സ്കൂളിൽ നിന്നാണ്? അതെ. എവിടെയാണ് മദ്രസ? ദാറുൽ ആയിഷ. എവിടെയാണ്? ജൂപ്പിറ്റർ മുഴുക്ക്, മണക്കാട്. ഓക്കെ, ആരാണ് ഉസ്താദ്? ആരാണ്? അൽതാഫ് ഉസ്താദ്. ഏത് സൂറത്താണ് നമ്മൾ പാരായണം ചെയ്തത്? നബ. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോഴും നബ തന്നെയാണോ പാരായണം ചെയ്യുന്നത്? ആണ്. എന്താണ് പ്രതീക്ഷ? ഇൻഷാ അല്ലാഹ് വിജയിക്കും. ഉറപ്പ്. റസീദ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? അൽഫിത്ര. എവിടെയാണ്? മണക്കാട്. ഏത് സൂറത്താണ് പാരായണം ചെയ്തത്? നബ. അതിന് സെലക്ഷൻ കിട്ടി. എന്താണ് ഒരു പ്രതീക്ഷ? ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓരോന്നുണ്ടാവും. എന്ത് പ്രതീക്ഷയോട് കൂടിയാണ് ഈ പാരായണം ചെയ്യുന്നത്? ഫസ്റ്റ് കിട്ടും ഉറപ്പാണ്. ഏത് സൂറത്താണ് പാരായണം ചെയ്യുന്നത്? നബ. ഓക്കെ, ആരാണ് ഇതിനുള്ള ഇൻസ്ട്രക്ഷൻ തന്നത്? ഓടാനുള്ള പ്രേരണ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അൽഫലാഹ്. എവിടെയാണത്? കൊല്ലായി അൽഫലാഹ് അറബി കോളേജ്, ഹിഫ്ദ് കോളേജ് ആണ് അല്ലേ? ഓക്കെ. ഏത് സൂറത്താണ് പാരായണം ചെയ്യുന്നത്? നബ. എല്ലാവരും നബ തന്നെയാണ്. എങ്ങനെയുണ്ട് ഈ മത്സരത്തെ കുറിച്ചുള്ള അഭിപ്രായം? കാരണം സാധാരണ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ മറ്റുള്ള ഭാഷയാണ്. ഖുർആനെ കുറിച്ചുള്ള ഒരു മത്സരം നടത്തുമ്പോൾ എങ്ങനെ തോന്നുന്നുണ്ട്? കൊള്ളായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഏത് കിട്ടും? ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ. ഏത് മദ്രസ വരുന്നത്? ഇക്റാവ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ എന്താണ് അതിനെ കുറിച്ചുള്ള അനുഭവം? കൊള്ളായിരുന്നു. ഏത് സുഹൃത്ത് പാരായണം ചെയ്തു? റഹ്മാൻ. എങ്ങനെയുണ്ടായിരുന്നു? ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഏതാ പാരായണം ചെയ്തത്? റഹ്മാൻ തന്നെയാണോ അതോ റഹ്മാൻ തന്നെയാണ്? അതിനുള്ള പ്രതീക്ഷ? യെസ്. ഓക്കെ. സംസ്കൃതം പോലെ തന്നെ അറബി പഠനത്തോടൊപ്പം ഖുർആൻ പഠനം നൽകുന്നത് വഴി കുട്ടികൾക്ക് കൂടുതൽ നന്മകൾ വളർത്താനും സ്വഭാവവിശുദ്ധി കൈവരിക്കാനും സാധിക്കുന്നു എന്നും രക്ഷിതാക്കളിൽ നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും പ്രധാന അധ്യാപികയായ ബീന ടീച്ചർ മലയാള സ്ഥാപനം ഇപ്പോൾ ബിടെക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ നമ്മുടെ ബുഷ്ര മാം പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ് അത്. മതപരമായിട്ട് ഉള്ളത് എന്നതിലുപരി ഒരു പുതിയൊരു ഭാഷയല്ല, ഭാഷയ്ക്ക് പ്രാവീണ്യം കൊടുത്തുകൊണ്ട് അപ്പോൾ നമുക്ക് ഏത് മതസ്ഥരായാലും അത് വ്യത്യസ്തമാക്കാനും കുട്ടികളിലേക്ക് അത് പകരാനും കുട്ടികൾക്കും അത് വളരെ ഇൻട്രസ്റ്റാണ്, പാരൻസും അത് സപ്പോർട്ടീവാണ്. നമുക്ക് അക്കാദമിക് തലത്തോടൊപ്പം തന്നെ ഒരു ആത്മീയ ബോധവും കൂടെ കുട്ടികളിൽ നന്മ വളർത്തുക എന്നുള്ളതാണ് മാം ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊരു സക്സസ്, ഈ പ്രോഗ്രാം വളരെ ഒരു സക്സസ് ആവുകയും ചെയ്തു. നമുക്കതിലൊരു മോട്ടിവേഷൻ കുട്ടികൾക്കും ആത്മീയത ബോധം നന്മ മനസ്സിൽ വളർത്തുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. എങ്ങനെയാണ് ഇതിനെ പാരൻസും മറ്റു കുട്ടികളും ഇതിനെ നോക്കിക്കാണുന്നത്? പാരൻസും മറ്റു കുട്ടികളും വളരെ സപ്പോർട്ടീവാണ്. അക്കാദമിക് തലത്തോടൊപ്പം തന്നെ അവർക്ക് ഇതിൽ വളരെ ഇൻട്രസ്റ്റ് ആണ് പഠിക്കുവാനും അവർക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും. ഞങ്ങളും ടീച്ചേഴ്സും വളരെ സപ്പോർട്ടീവാണ്. അവരോടൊപ്പം തന്നെ ഞങ്ങളും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ. നമുക്കിപ്പോൾ അറബിക്ക് അറിയുന്നില്ലെങ്കിൽ പോലും സംസ്കൃതം, അറബിക്ക്, പിന്നെ ഉറുദു ഓരോ ഭാഷകളിലും പ്രാവീണ്യം നേടും. നമുക്കും അതിനൊരു അറിവ് കിട്ടുകയാണ്, പുതിയ അറിവുകൾ കിട്ടുകയാണ്.
ടീച്ചർ, ഇതിപ്പോൾ AR പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്കൂളാണ്. അപ്പോൾ അതിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മതവിഭാഗത്തിലുള്ള കുട്ടികളും ഇവിടെ ഉണ്ടാവും. പ്രത്യേകിച്ച് പണ്ട് കാലം മുതൽ തന്നെ സംസ്കൃതം അത് ഹൈന്ദവ സഹോദരങ്ങളുടെ തന്നെ വേദവുമായി ബന്ധപ്പെട്ട ഒരു ഭാഷയാണെങ്കിൽ പോലും അത് പഠിക്കാനായി പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ മലയാളത്തോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് BTech ഗ്ലോബൽ AR പബ്ലിക് സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് അതിനെ PTA അംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ നോക്കിക്കാണുന്നത്? വളരെ നല്ല ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ പ്രോഗ്രാമാണ് ഇവിടെ നടത്തുന്നത്. അത് പാരൻസ് ആണെങ്കിലും PTA ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അതിന് നല്ലൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. കുട്ടികളിൽ നന്മ അല്ലെങ്കിൽ നല്ല ബോധം വളർത്തുക, ഒരു പ്രത്യേക ഒരു മതത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അവരത് മനഃപ്പാഠമായി പഠിച്ച് അവർക്ക് അത് അവതരിപ്പിക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു വേദി ഇവിടെ ഉണ്ടായി. അത് ഏറ്റവും നല്ലൊരു വിജയമായി തീരുവാനായിട്ട് നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും PTAയുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മുടെ മാം അത് ഇത് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് നമ്മുടെ സ്കൂളിന് തന്നെ ഏറ്റവും ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനായിട്ട് സാധിക്കുന്നത്. വളരെ നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ്, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കീഴിൽ പറഞ്ഞപ്പോൾ അതിന് പ്രൈസ് സ്പോൺസർ ചെയ്യാനായാലും നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായാലും സ്പോൺസർ ചെയ്യാനായാലും നല്ല മനസ്സുള്ള നല്ലവരായ ആൾക്കാർ, നമ്മൾ ചുറ്റുമുള്ള ഏറ്റവും ഇത്രയും നന്മയുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. അത് അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രോഗ്രാം ഇത്രയും അധികം വിജയകരമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം 5000 രൂപയും രണ്ടാം സമ്മാനം 3000 രൂപയും മൂന്നാം സമ്മാനം 2000 രൂപയും അതോടൊപ്പം പ്രോത്സാഹന സമ്മാനമായി 1000 രൂപയുമായി ക്യാഷ് പ്രൈസ് നൽകിയാണ് വിജയികളെ സംഘാടകർ ആദരിച്ചത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തേവൻപാറ മർക്കസുൽ ഹുദയിലെ അഹമ്മദ് ഫർഹാൻ ഒന്നാം സമ്മാനം നേടി. രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ദാറുൽ ഖുർആൻ പൂന്തറ മദ്രസയിലെ മിടുക്കന്മാരായ ആദിൽ മെഹബൂബും അമ്മാനും കരസ്ഥമാക്കി. പ്രോത്സാഹന സമ്മാനങ്ങൾ മണക്കാട് ഇഖ്റ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നുള്ള മുഹമ്മദ് മുസാഫിർ, നീരാറ്റിങ്കര അബൂബക്കർ സിദ്ദീഖ് മദ്രസയിൽ നിന്നുള്ള യൂസുഫ്, അലിഫ് സ്കൂളിലെ മുഹമ്മദ് ഷാഹിർ എന്നീ ചുണക്കുട്ടികളും നേടുകയുണ്ടായി. Third question goes to Ammar from Darul Quran Pundra and the test number is 226 and the prize is sponsored by Tarkul Brothers. The third question goes to Ammar from Darul Quran Pundra. The consolation prizes. Actually, we are giving consolation prizes for 3 students. Muhammad Musafir, test number 207, Iqra Madrasa, Iqra Manakada, Iqra School Manakada. And the prize sponsored by Miracle House, Rockwood. And the consolation prize in the second section goes to Yusuf, test number 231, from Abubakar Siddiq, Nirajinara. And the prize sponsored by Stylish Collection. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആയൂർ അൽഫ അക്കാദമിയിലെ ഹുസ്ന ഫാത്തിമ ഒന്നാം സമ്മാനവും തേവൻപാറ ഉമ്മുൽ മുഅ്മിനീനിലെ മറിയം ഷഫീഖ് രണ്ടാം സമ്മാനവും മണക്കാട് ഇഖ്റ ഇസ്ലാമിക് അക്കാദമിയിലെ ഫർഹാന ഫാത്തിമ മൂന്നാം സമ്മാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ പ്രോത്സാഹന സമ്മാനങ്ങളിൽ 1ഉം 2ഉം സ്ഥാനം അലിഫ് സ്കൂളിലെ കൊച്ചു മിടുക്കികളായ നൗഫ നൂബയും മറവ സുധീറും കരസ്ഥമാക്കി. അൽ ഉസ്വ കാരാളിക്കോണം മദ്രസയിലെ ഫൈസ എന്ന കൊച്ചു മിടുക്കി ഉൾപ്പെടെ 3 പേരാണ് പ്രോത്സാഹന സമ്മാനത്തിന് അർഹമായത്. ഇവർക്കുള്ള സമ്മാനത്തുകകൾ നൽകാൻ ഇമാം കൂടിയായ ആബിദ് മൗലവി നേതൃത്വം നൽകി. അതോടൊപ്പം സംഘാടക സമിതിയുടെയും മസ്ജിദ് ഭാരവാഹികളും ഇതിൽ പങ്കെടുത്തു. സ്കൂൾ അധികൃതർ നന്നായി സഹകരിച്ചു എന്നും ബുഷ്ര ടീച്ചർ മലയാള ന്യൂസിനോട് പറഞ്ഞു. ഒന്നാം സമ്മാനം ഓഫർ ചെയ്തത് ASN ഗ്ലാരിയ കാറ്ററിംഗ് സർവീസും രണ്ടാം സമ്മാനം OMS ടെക്സ്റ്റൈൽസും മൂന്നാം സമ്മാനം തടത്തിൽ ബ്രദേഴ്സുമാണ് കുട്ടികൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തത്. കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങൾ അൽഹാദിയിലെ ബാദുഷ, പെരിങ്കാവിൽ അബ്ദുൽ കലാം, പിങ്ക് കളക്ഷൻ വിതുരയിലെ മൊഹൈമിൻ, മുഹമ്മദ് സ്റ്റൈലിഷ് ലേഡീസ് വെയർ തൊളിക്കോട്, അലിയാരക്കുഞ്ഞ് ഇറപ്പിൽ സ്റ്റോർ, മുഹമ്മദ് സമീർ SS ബേക്കറി തൊളിക്കോട് എന്നിവരാണ് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. And there was a very concession prizes for girls section also. The first section, Nafla Nobayas from Alice School of Education, customer 338.
Now, the next consolation prize goes to Marwa Sudhir from Alex School of Education, Superior Education, Manakkaad. Marwa Sudhir, just number 342. And the prize sponsored by Abdul Kalam Pedinyal. ഭൗതിക പഠനത്തോടൊപ്പം മതപഠനത്തിനും ആത്മീയത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നല്ലൊരു യുവത്വത്തെ അല്ലെങ്കിൽ തലമുറയെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന ബിടാഗിനും അതോടൊപ്പം തന്നെ ഇതിന് ചുക്കാൻ പിടിച്ച ARR പബ്ലിക് സ്കൂളിനും മലയാള ജനതാ ന്യൂസിൻ്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരുവ്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.